6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ദി ബുക്ക് ഓഫ് നേച്ചർ എന്ന പാഠം പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ഈസ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. 1928 ഒരു വേനൽക്കാലത്ത് തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകളുടെ ഒരു ശേഖരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. At that time, Nehru was in Allahabad and Indira was in Mussoorie. ആ സമയത്ത് നെഹ്റു അലഹാബാദിലും ഇന്ദിര മസൂറിയിലുമായിരുന്നു. നെഹ്റു യൂസ്ഡ് ടു റൈറ്റ് ലെറ്റേഴ്സ് ഫ്രം ടൈം ടു ഇന്ദിര. നെഹ്റു ഇടയ്ക്കിടെ ഇന്ദിരയ്ക്ക് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. ദ ബുക്ക് ഓഫ് നേച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റേഴ്സ്. ആ കത്തുകളിൽ ഒന്നാണ് ദ ബുക്ക് ഓഫ് നേച്ചർ, പ്രകൃതി പാഠം. 5ാം ക്ലാസ്സിൽ പ്രകൃതി പാഠം പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നില്ലേ? പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് അറിവുകൾ ജവഹർലാൽ നെഹ്റു ഈ കത്തിലൂടെ മകളായ ഇന്ദിരയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. നമുക്കും അതൊന്ന് വായിച്ചാലോ? When you and I are together, you often ask me questions about many things and I try to answer them. Now that you are at Mussoorie and I am in Allahabad, we cannot have these talks. I am therefore going to write to you from time to time short accounts of the story of our earth. I am afraid I can only tell you very little in these letters of mine. But that little, I hope, will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. When you grow up, you will read about the story of the earth and her peoples in fat books. You will find it more interesting than any other story or novel that you may have read. നെഹ്റു കത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെപ്പറ്റിയും ചോദിക്കാറുണ്ടല്ലോ. ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹാബാദിലുമായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെ ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ കത്തുകൾ വഴി വളരെയധികം സംഗതികൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ഈ ചുരുങ്ങിയ വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരീ സഹോദരന്മാരാണെന്നും മനസ്സിലാക്കുവാൻ അത് മതിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നീ വലുതാകുമ്പോൾ ഭൂമിയെപ്പറ്റിയും അതിൽ പാർക്കുന്നവരെപ്പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും. അത് നീ വായിച്ചിരിക്കുവാനിടയുള്ള മറ്റേതു കഥയേക്കാളും നോവലിനേക്കാളും അധികം രസകരമായിരിക്കും. You read history in books, but in old times when men did not exist, surely no books could have been written. How then can we find out what happened then? We cannot merely sit down and imagine everything. This would be very interesting, for we could imagine anything we wanted to and would thus make up the most beautiful fairy tales. But this need not be true, as it would not be based on any facts that we had seen. But although we have no books written in those far off days, fortunately we have some things which tell us a great deal as well, almost as a book would. We have rocks and mountains and seas and stars and rivers and deserts and fossils of old animals.
These and other like things are our books for the earth's early story. And the real way to understand this story is not merely to read about it in other people's books, but to go to the great book of nature itself. പുസ്തകങ്ങളിൽ നിന്നാണ് നീ ഇപ്പോൾ ചരിത്രം പഠിക്കുന്നത്. എന്നാൽ മനുഷ്യർ ഇല്ലാതിരുന്ന പ്രാചീന കാലങ്ങളിൽ പുസ്തകങ്ങളുണ്ടാകുവാൻ തരമില്ലല്ലോ. എന്നാൽ പിന്നെ ആ കാലത്ത് എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വെറുതെ ഇരുന്ന് അന്നു നടന്ന സംഭവങ്ങളെല്ലാം സങ്കല്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെ രസകരമായിരിക്കും. എന്തെന്നാൽ അപ്പോൾ നമ്മുടെ ആവശ്യം പോലെ എന്തും സങ്കല്പിക്കാമല്ലോ. ആ സങ്കല്പങ്ങൾ ഏറ്റവും മനോഹരമായ ഒരു തരം യക്ഷിക്കഥകളായിത്തീരും. എന്നാൽ ആ കഥകൾ നാം കണ്ട കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവയല്ലാത്തതുകൊണ്ട് വാസ്തവമായിരിക്കണമെന്നില്ല. ആ പ്രാചീന കാലങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകം ഒന്നുമില്ലെങ്കിലും ഭാഗ്യവശാൽ ഏതാണ്ട് പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിക്കാവുന്നതുപോലെ തന്നെ വ്യക്തമായ അനവധി വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വസ്തുക്കൾ കിടപ്പുണ്ട്. ശിലകൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നക്ഷത്രങ്ങൾ, നദികൾ, മരുഭൂമികൾ, പ്രാചീന ജന്തുക്കളുടെ ജീർണാവശിഷ്ടങ്ങൾ എന്നിവ അങ്ങനെയുള്ള വസ്തുക്കളാണ്. ഇവയും ഇവയെപ്പോലെയുള്ള മറ്റു വസ്തുക്കളുമാണ് ഭൂമിയുടെ ആദിമ ചരിത്രം പഠിക്കുവാൻ നമുക്കുള്ള പുസ്തകങ്ങൾ. ഈ ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല, പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ്. You will, I hope, soon begin to learn how to read this story from the rocks and mountains. Imagine how fascinating it is. Every little stone that you see lying on the road or on the mountainside may be a little page in nature's book and may be able to tell you something if you only knew how to read it. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. So also, you must learn the alphabet of nature before you can read her story in her books of stone and rock. Even now, perhaps you know a little how to read this book. ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമകഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. വഴിയിലും മലഞ്ചെരുവുകളിലും നീ കാണുന്ന ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ചെറിയ ഏടുകളായിരിക്കാൻ മതി. അത് വായിക്കാൻ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്നു ചില സംഗതികൾ ഗ്രഹിക്കുവാനും സാധിച്ചേക്കും. ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏതു ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം. അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥത്തിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. ഈ പ്രകൃതി ഭാഷ അല്പാൽപ്പം വായിക്കുവാൻ നിനക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അറിയാം. If you see a little round shiny pebble, does it not tell you something? How did it get round and smooth and shiny without any corners or rough edges? If you break a big rock into small bits, each bit is rough and has corners and rough edges. It is not at all like a round, smooth pebble. How then did the pebble become so round and smooth and shiny? It will tell you its story if you have good eyes to see and ears to hear it. It tells you that once upon a time, it may be long ago, it was a bit of rock, just like the bit you may break from a big rock or stone with plenty of edges and corners. Probably it rested on some mountainside. ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ? മുനയും മൂലയുമില്ലാതെ
അത് ഉരുണ്ടുമിനുത്ത് മിന്നുന്ന കല്ലായിത്തീർന്നതെങ്ങനെ? ഒരു വലിയ കല്ല് ചെറു കഷണങ്ങളാക്കി പൊട്ടിച്ചാൽ അതിൻ്റെ ഓരോ കഷണവും പരുപരുത്തതും മുനയും മൂലയുമുള്ളതും ആയിരിക്കും. അത് ഒരിക്കലും ഉരുണ്ടുമിനുത്ത ഒരു കല്ലായിരിക്കില്ല. ആ കല്ല് ഇങ്ങനെ ഉരുണ്ട് മിനുത്തു മിന്നുന്നതായിത്തീർന്നത് എങ്ങനെയാണ്? നോക്കിക്കാണുവാൻ കണ്ണും കേൾക്കുവാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ കഥ നിന്നോട് പറയും. പണ്ടുപണ്ട്, വളരെ കാലം മുമ്പ്, അതും ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്ന് അത് നിന്നോട് പറയും. അത് ഏതോ മലഞ്ചെരുവിൽ കിടന്നിരുന്നതാവാം. Then came the rain and washed it down to the little valley where it found a mountain stream, which pushed it on and on till it reached a little river. And the little river took it to the big river, and all the while it rolled at the bottom of the river, and its edges were worn away. Thus the rough surface was made smooth and shiny, so it became the pebble that you see. Somehow the river left it behind and you found it. If the river had carried it on, it would have become smaller and smaller, till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. If a little pebble can tell you so much, how much more could we learn from all the rocks and mountains and the many other things we see around us? അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി. ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിലെത്തിച്ചു. ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുപരുത്ത പുറം മിനുസവും തിളക്കവും ഉള്ളതായിത്തീരുകയും ചെയ്തു. ഇപ്രകാരമാണ് പരുപരുത്ത പാറക്കഷ്ണം നീ കാണുന്ന വിധത്തിലായത്. നദി എങ്ങനെയോ ഇട്ടേച്ചുപോയ കല്ലാണ് നീ കണ്ടത്. നദിയിൽ തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽമാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണപ്പുറങ്ങളായി തീരുകയും ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കൽക്കഷണത്തിന് ഇത്രയെല്ലാം പറയുവാൻ കഴിയുമെങ്കിൽ പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കുവാൻ കഴിയും. പ്രകൃതിയെക്കുറിച്ച് വളരെ മനോഹരമായ ഭാഷയിൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് എഴുതിയ കത്ത് വായിച്ചല്ലോ. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പെബിൾ. റീഡ് ഇറ്റ്. നെഹ്റു ഒരു വെള്ളാരങ്കല്ലിൻ്റെ കഥ പറയുന്നുണ്ട് അല്ലേ? അതൊന്ന് വായിക്കൂ. വെള്ളാരങ്കല്ലിൻ്റെ കഥ വായിച്ചല്ലോ. ഇമാജിൻ ദ പെബിൾ ഈസ് ടെല്ലിംഗ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. വെള്ളാരങ്കല്ല് തൻ്റെ സ്വന്തം കഥയാണ് പറയുന്നതെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഹൗ വുഡ് ദ സ്റ്റോറി ബി? അപ്പോൾ കഥ എങ്ങനെയായിരിക്കും? സ്വന്തം കഥ പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സണിൽ വേണം എഴുതാൻ. ഐ അല്ലെങ്കിൽ ഞാൻ എന്നു വേണം ഉപയോഗിക്കാൻ. നമ്മൾ ഡയറി, ആത്മകഥാപരമായ കുറിപ്പുകൾ എന്നിവയൊക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. Once upon a time, long, long ago, I was a bit of a rock with plenty of edges and corners. Probably, I rested on some mountainside. ബാക്കി കഥയും ഇതുപോലെ എഴുതി നോക്കിയാലോ? Then came the rain and washed me down to the little valley where I found a mountain stream which pushed me on and on till I reached a little river. And the little river took me to a big river. And all the while I was rolling and rolling at the bottom of the river,
My edges were worn away and my rough surface made smooth and shiny. Thus, I became a pebble. The river carried me again and I became smaller and smaller till at last I became a grain of sand and joined my brothers at the seaside to make a beautiful beach. There, little children used to make castles out of sand. It, its എന്നീ പ്രയോഗങ്ങൾക്ക് പകരം ഐ, മൈ, മീ എന്നീ പ്രയോഗങ്ങൾ ഉപയോഗിച്ചത് കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? പ്രകൃതിയെക്കുറിച്ചെഴുതിയ ഒരു കത്താണല്ലോ നമ്മൾ വായിച്ചത്. ദ പ്രസന്റ് വേൾഡ് ഫേസസ് മെനി ത്രെഡ്സ്. ഇന്നത്തെ ലോകം ഒരുപാട് ഭീഷണികൾ നേരിടുന്നുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ നേച്ചർ ക്ലബ് ഈസ് ഓർഗനൈസിംഗ് ആൻ അവയർനെസ് പ്രോഗ്രാം ടു പ്രൊട്ടക്ട് നേച്ചർ. നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ദ ഒക്കേഷൻ. അത്തരമൊരവസരത്തിലേക്ക് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫീച്ചേഴ്സ് ഓഫ് എ സ്പീച്ച്. ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? ആരെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നത്. വാട്ട് ഈസ് ദ സാല്യൂട്ടേഷൻ? ആരാണ് ശ്രോതാക്കൾ? എന്താണ് സംബോധന? എന്നീ കാര്യങ്ങൾ. ഹൗ വിൽ യു ബിഗിൻ ദ സ്പീച്ച്? നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രസംഗം തുടങ്ങുന്നത് എന്ന കാര്യം. യു ക്യാൻ ബിഗിൻ യുവർ സ്പീച്ച് വിത്ത് എ കൊട്ടേഷൻ. മഹത് വചനങ്ങളോ ചൊല്ലുകളോ വെച്ച് നിങ്ങളുടെ പ്രസംഗം ആരംഭിക്കാം. വിച്ച് ലൈൻസ് വുഡ് യു ലൈക്ക് ടു കോട്ട്? നിങ്ങൾക്കിഷ്ടമുള്ള ഇതുപോലൊരു വചനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് യു വിഷ് ടു കൺവേ? നിങ്ങൾ എന്തെല്ലാം ആശയങ്ങളാണ് കൈമാറാൻ ആഗ്രഹിക്കുന്നത്? അവയൊന്ന് മനസ്സിൽ തയ്യാറാക്കി വയ്ക്കുക. സീക്വൻസ് യുവർ ഐഡിയാസ് അക്കോർഡിംഗ് ടു ദെയർ ഓർഡർ ആൻഡ് ഇമ്പോർട്ടൻസ്. ഓരോ ആശയങ്ങളുടെയും ക്രമത്തിലും പ്രാധാന്യത്തിനുമനുസരിച്ച് അവ ക്രമീകരിക്കുക. ഹൗ വിൽ യു കൺക്ലൂഡ് ദ സ്പീച്ച്? നിങ്ങൾ എങ്ങനെയാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിലും കൃത്യമായ ഒരു തീരുമാനമുണ്ടായിരിക്കണം. ഇത്തരം ഒരു പ്രസംഗത്തിൻ്റെ മാതൃക നോക്കാം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് അവർ നേഷൻ, സെഡ്, എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവറി മാൻസ് നീഡ്സ്, ബട്ട് നോട്ട് എവറി മാൻസ് ഗ്രീഡ്. നേച്ചർ ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. അവർ നീഡ് ഫോർ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ and other things depend on the nature. There must be a balanced natural cycle that exists between the environment and the lives of human beings, plants and animals. All the human activities in the modern world directly affect our ecosystem. Human activities have brought big changes to Earth, resulting in many environmental problems. Some of these are water pollution, air pollution, climate change, global warming, the greenhouse effect, etc. The uncontrolled use of automobiles, the electronic appliances like air conditioners and refrigerators causes air pollution as well as global warming. Deforestation is another major problem. Other factors are the destruction of natural resources like water, fuel, and food. Deforestation causes soil erosion, landslide, etc. Overconsumption of resources by humans and improper waste disposal have resulted in huge quantity waste. These are other threats to the nature. Therefore, it is our duty and responsibility to protect nature. Every individual can play a significant role. We may use eco-friendly substitutes like paper and cloth bags. The government must implement strict laws for proper waste management.
The awareness programs should be organized to encourage citizens to use public transport as much as possible. The less use of private vehicles will reduce the harmful gases as well as save fuel. Forest is the respiratory system of Earth. We should protect it. Everyone should plant trees. At last, I want to say that we must spread environmental awareness in our society. It is our responsibility to save and protect our nature. Therefore, let us work together to protect nature. Thank you. കൂട്ടുകാർ സ്വന്തം അറിവിനും കഴിവിനും ഭാവനയ്ക്കുമനുസരിച്ച് ഇതുപോലെ പ്രസംഗം തയ്യാറാക്കുമല്ലോ. ദി ബുക്ക് ഓഫ് നേച്ചർ എന്ന പാഠവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.